ഓടുന്ന വാഹനത്തിൽ യുവനടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് കോടതി. 6 പേർ കുറ്റക്കാരാണ്. ഡിസംബർ 12-ന് ശിക്ഷ വിധിച്ചു. തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരോപണം കോടതിയിൽ പൊളിഞ്ഞെന്ന് ദിലീപ്. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. യുവനടിയെ ഓടുന്ന വാഹനത്തിൽ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. 6 പേർ കുറ്റക്കാർ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. പെരുമ്പാവൂർ സ്വദേശി സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ് 1-ാം പ്രതി. നടൻ ദിലീപ് അടക്കം 10 പ്രതികളിൽ 6 പേർ കുറ്റക്കാരെന്ന് തെളിഞ്ഞു. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും അതിനാൽ പ്രതിയാക്കാനാവില്ലെന്നും കോടതി വിധിച്ചു. 2017 ഫെബ്രുവരി 17 വൈകിട്ട് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടെയാണ് നടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് 2 മുതൽ 6 വരെ പ്രതികൾ. 2017 ജൂലൈ 10-ന് ദിലീപ് അറസ്റ്റിലായെങ്കിലും ഒക്ടോബർ 3-ന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞ പൾസർ സുനിക്ക് 2024 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 2018 മാർച്ച് 8-നാണ് വിചാരണ തുടങ്ങിയത്. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് നടൻ ദിലീപിനെതിരായി കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ദിലീപിനെതിരെ കേസിന് തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതേസമയം കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണെന്ന് ദിലീപ്. ജയിലിൽ പ്രതികളെ കൂട്ടുപിടിച്ച പോലീസ് ഒരു കള്ളക്കഥ മെനഞ്ഞു. ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പോലീസിന് കൂട്ടുനിന്നു. ആ കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണു. തന്നെ പ്രതിയാക്കാനാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത്. തന്റെ ജീവിതം, കരിയർ അങ്ങനെയെല്ലാം തകർത്തെന്നും തന്നെ പിന്തുണച്ചവർക്കും തനിക്ക് വേണ്ടി കോടതി മുറിക്കുള്ളിൽ വാദിച്ച അഭിഭാഷകർക്കും നന്ദി അറിയിക്കുന്നതായും വിധി കേട്ടതിനു ശേഷം മാധ്യമങ്ങളോട് ദിലീപ് പ്രതികരിച്ചു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞാണ് ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ന്യൂസ് ഡെസ്ക് മീഡിയ.